He did not say any other thing. മറ്റൊരു കാര്യം അവരോട് പറഞ്ഞില്ല. Pastor scolded them and sent them back. പാസ്റ്റർ അവരെ വഴക്ക് പറഞ്ഞ് മടക്കി അയച്ചു. Go back. We are there to pray for you. മടങ്ങി പോകുക, നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ ഞങ്ങളുണ്ടല്ലോ. Whatever your problem, tell to us, we will pray. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെയായിരുന്നാലും ഞങ്ങളോട് പറയുക, ഞങ്ങൾ പ്രാർത്ഥിക്കാം. And as a fourth, I was in family. കുടുംബത്തിൽ നാലാമനായി ഞാൻ ജനിച്ചു. But parents and saints, they loved me. എന്നാൽ മാതാപിതാക്കളും വിശുദ്ധന്മാരും എന്നെ അധികമായി സ്നേഹിച്ചു. Then with center pastors and center faith home, I was brought up. സെൻട്രൽ പാസ്റ്റർമാരോടുകൂടെ സെൻട്രൽ ഫെയ്ത്ത് ഹോമിൽ തന്നെ ഞാൻ വളർത്തപ്പെട്ടു. In those days, there were no brothers much. ആ നാളിൽ അധികം സഹോദരന്മാർ അവിടെ ഉണ്ടായിരുന്നില്ല. So for ironing, taking for visiting, and cleaning faith home, all the things from childhood, I was very much engaged. അതുകൊണ്ട് തന്നെ പാതിപ്രായം മുതൽ തന്നെ വിശ്വാസ ഭവനം വൃത്തിയാക്കുന്നതിലും അവരെ വീട് സന്ദർശനത്തിലും മറ്റും അനുഗമിപ്പാൻ തക്കവണ്ണം ഇങ്ങനെയൊക്കെയും അനേക കാര്യങ്ങളിൽ ഞാൻ ഉൾപ്പെട്ടിരുന്നു. But on the side, I was a hypocritical life. ഞാൻ മറുവശത്ത് നോക്കുമ്പോൾ കപട ജീവിതമായിരുന്നു നയിച്ചുകൊണ്ടിരുന്നത്. And I pleased saints, I pleased the church of God. ഞാൻ വിശുദ്ധന്മാരെ പ്രസാദിപ്പിച്ചു, ദൈവജനങ്ങളെയും പ്രസാദിപ്പിച്ചു. But within me there was no satisfaction. എന്നാൽ എന്റെ ഉള്ളിൽ സംതൃപ്തി ഉണ്ടായിരുന്നില്ല. And I was totally in a confused state. ഞാൻ മുറ്റും കലങ്ങിയ ഒരു അവസ്ഥയിൽ അപ്പോൾ കാണപ്പെട്ടു. But by the grace of God, God loved me very much. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ ദൈവം എന്നെ അധികം സ്നേഹിച്ചു. And God revealed His truth. ദൈവം സത്യത്തെ എനിക്ക് വെളിപ്പെടുത്തി. As He told the other day, in my toothache, in the sick bed, God met me. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പങ്കുവച്ചത് പ്രകാരം തന്നെ എന്റെ കിടക്കയിൽ ആ പല്ലുവേദന കാഠിന്യത്തിലാകുന്ന കർത്താവ് എന്നെ സന്ദർശിച്ചത്. I could realize the love of saints. വിശുദ്ധന്മാരുടെ സ്നേഹത്തെ അനുഭവിപ്പാൻ അപ്പോൾ കഴിഞ്ഞു. But in my heart, fear of God was there at all times. എന്നാൽ എപ്പോഴും തന്നെ എന്റെ ഹൃദയത്തിൽ ദൈവ ഭയം ഉണ്ടായിരുന്നു. My God watches my life. എന്റെ ദൈവം എന്റെ ജീവിതത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു. I should not do anything against displease parents, displease God. മാതാപിതാക്കളെയോ ദൈവത്തെയോ അപ്രീതി ഉളവാക്കുന്ന യാതൊന്നും ഞാൻ ചെയ്യരുത്. And I had a chance to go to any extent and do any type of sin. ഏതറ്റം വരെ പോയി ഏത് തരത്തിലുള്ള പാപം ചെയ്യുവാനുള്ള സാഹചര്യം എനിക്കുണ്ടായിരുന്നു. I accompanied my friends, but by the grace of God, I did not taste or touch anything. ഞാൻ സ്നേഹിതന്മാരുടെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ ദൈവത്തിന്റെ കൃപയാൽ രുചിച്ചു നോക്കുവാനോ അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുവാനോ ഇടയായില്ല. Once they took me to cinema theater. ഒരിക്കൽ എന്നെ സിനിമാ തിയേറ്ററിലോളം അവർ കൊണ്ടുപോയി. And I fought back. പിന്നീട് I resisted them. ഞാൻ അവരോട് എതിർത്തു നിന്നു. And in whole night, and I had to sleep in van. All the saints, all our students went inside. They compelled me a lot. അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളൊക്കെയും ഉള്ളിൽ കടന്നുപോയി. എങ്കിൽ തന്നെയും ആ വാനിൽ എനിക്ക് രാത്രി മുഴുവൻ കിടന്നുറങ്ങേണ്ടി വന്നു. And they begged me, at least once you come and see cinema theater. അപ്പോൾ അവർ പറഞ്ഞു, ഒരു വട്ടമെങ്കിലും വന്ന് സിനിമാ തിയേറ്റർ എങ്ങനെയെന്ന് കണ്ടുകൊള്ളുക. And you can know the pattern and whatever happens inside, you can see that. Just for the sake you come inside, they beg me. അതിന്റെ ഉള്ളിൽ നടക്കുന്നതൊക്കെയും എങ്ങനെയാകും, ഇരുപ്പെടും എങ്ങനെയാകുന്നു, കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു എന്നെങ്കിലും മനസ്സിലാക്കുവാൻ കഴിയുമല്ലോ, അതുകൊണ്ട് നീ അകത്ത് വരിക എന്ന് പറഞ്ഞ് എന്നോട് കെഞ്ചി. But by the grace of God, I did not go. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ ഞാൻ പോയില്ല. Another occasion, I was trapped. മറ്റൊരു സാഹചര്യത്തിൽ ഞാൻ കുടുങ്ങിപ്പോയി. But by the grace of God, I did not open my eyes till cinema get over. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ ആ സിനിമ തീരുവോളം തന്നെ കണ്ണ് തുറക്കാതിരിക്കാൻ ദൈവം സഹായിച്ചു. Like that, God gave me a fear. ഇങ്ങനെ ദൈവം എന്റെ ഉള്ളിൽ ഒരു ഭയത്തെ നൽകി. Another day, I was stuck in a junction or in a city, and next day was month. ഒരു ദിവസം ഞാൻ ഒരു നഗരത്തിൽ മധ്യയുള്ള ഒരു തലക്കൽ ഞാൻ അകപ്പെട്ടു പോയി. അടുത്ത ദിവസമാകുന്നെങ്കിൽ ബന്ധായിരുന്നു. And Satan directly and begged me to see the cinema. സാത്താൻ നേരിട്ട് ഒരു സിനിമ പോയി കാണുവാൻ തക്കവണ്ണം എന്നോട് കെഞ്ചി. There is no relations in this place, no friends in this place. Who will find out you? Come, let us go. അപ്പോൾ എന്നോട് ഇങ്ങനെയാകുമെന്ന് പറഞ്ഞ്, ഈ സ്ഥലത്തിന്റെ ബന്ധുമിത്രാദികളില്ലല്ലോ, സ്നേഹിതന്മാരില്ലല്ലോ, വരിക ഒരു സിനിമ പോയി കാണാമെന്ന്. And first show I skipped.
ഒന്നാമത്തെ ഷോയിൽ പോയില്ല. But that pressure become very intense. എന്നാൽ പിന്നിൽ സമ്മർദ്ദം ഏറി വന്നു. And at least for second show you go. കുറഞ്ഞ വർഷം സെക്കൻഡ് ഷോയ്ക്കെങ്കിലും പോകാം. But God helped me to resist that. എന്നാൽ ദൈവം അതോട് എതിർത്ത് നിൽപ്പാൻ എന്നെ സഹായിച്ചു. And even though whole night I kept to stay alone there, but by the grace of God and with the fear of God to stay there, God enabled me. ഒരു രാത്രി അവിടെ നിൽക്കേണ്ടി വന്നു എങ്കിൽ തന്നെ ദൈവത്തിന്റെ കൃപയാലും ദൈവ ഭയത്താലും തന്നെ അതിൽ നിന്നും രക്ഷപ്പെടുവാൻ ദൈവം സഹായിച്ചു. And God gave us zeal. ദൈവം ഒരു തീവ്രത എനിക്ക് നൽകി തന്നു. In the days of college life and to serve the Lord, and in the midst of all the boys to conduct meetings almost every day, God enabled me. കോളേജ് നാളുകളിൽ തന്നെ വേലയ്ക്ക് വേണ്ടി വരണമെന്നും മാത്രമല്ല ആ നാളുകൾ അവിടെ ഉണ്ടായിരുന്ന ആൺകുട്ടികളുടെ മധ്യമൊക്കെയും തന്നെ ശുശ്രൂഷകളൊക്കെ നടത്തുവാൻ തക്കവണ്ണം ഒരു കർത്താവ് എന്നെ സഹായിച്ചു. Every day noon time I used to take them and I collect youths and we used to pray like that to conduct prayers and also God enabled me. ഉച്ച സമയത്ത് അവരെല്ലാം കൂട്ടി അവരെല്ലാം കൂട്ടി പ്രാർത്ഥന ഒരു സംഗമം നടത്തുവാൻ തക്കവണ്ണം ദൈവം അങ്ങനെ ആ നാളുകൾ സഹായിച്ചു. But on the side devil fought with me very much. എന്നാൽ മറുവശത്ത് പിശാച് എന്നോട് അധികം പോരാടി. And he bombarded my faith also. എന്റെ വിശ്വാസത്തിന് വിരോധമായ ആക്രമണം അഴിച്ചുവിട്ടു. When my sister passed away, in my heart that faith gone, there is a God. But on the side a fear was there. എന്റെ സഹോദരി ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോയപ്പോൾ ദൈവമുണ്ടോ എന്നൊരു തരത്തിൽ ഒരു ചോദ്യം കടന്നു വന്നു. മറുവശത്താകുന്നുവെങ്കിൽ ദൈവഭയം എന്റെ ജീവിതത്തിൽ കാണപ്പെട്ടു.